നമ്മുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്കുള്ള റിക്രൂട്ട്മെന്റുമായി RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും ടോപ്പ് ബാങ്ക് എക്സാമായ RBI ഗ്രേഡ് ബിക്ക് മറ്റ് ബാങ്ക് എക്സാമായിട്ട് കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം നേഷൻ ഡെവലപ്മെന്റ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് ബാങ്കേഴ്സ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബിൽഡ് യുവർ നേഷൻ, ബിൽഡ് യുവർ കരിയർ. ലൈഫ് വിത്ത് RBI is not just another career, it's a commitment to serve the nation. തീർച്ചയായിട്ടും എന്താണ് RBIയുടെ ഒപ്പമുള്ള ലൈഫ് അല്ലെങ്കിൽ RBIയിൽ എംപ്ലോയി ആയിട്ടുള്ള ലൈഫ് എന്നുള്ളത് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നാഷണൽ ബിൽഡിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കൈകൾക്ക് കഴിയുന്ന ഒരു അവസരമാണ് തീർച്ചയായിട്ടും ഇതുവഴി നിങ്ങൾക്ക് തുറന്നു നിൽക്കുന്നത്. കാരണം ഒരു ഡിഗ്രിക്കാരനെ സംബന്ധിച്ച് ഒരു ബാങ്കിങ് മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് അതിൻ്റെ എല്ലാ വിശദവിവരങ്ങളും നോക്കാം. നമുക്ക് ടോട്ടൽ വേക്കൻസീസ് വരുന്ന 60 ആണ്. നമുക്ക് 3 കാറ്റഗറിയിലാണ് ഈ RBI ഗ്രേഡ് ബി റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓഫീസേഴ്സ് ഗ്രേഡ് ഇൻ ജനറൽ കാഡർ അതിൽ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 40 ആണ്. ഓഫീസേഴ്സ് ഗ്രേഡ് ഇൻ DEPR മീൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച്, അതിൽ വന്നിരിക്കുന്ന 10 വേക്കൻസിയാണ്. ഓഫീസേഴ്സ് ഗ്രേഡ് ഇൻ DSIM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതിൽ വന്നിരിക്കുന്ന 10 ആണ്. ടോട്ടൽ 60 വേക്കൻസിയാണ് RBI ഗ്രേഡ് ബിക്ക് ഇപ്പോൾ വന്നേക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 20 വരെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രേഡ് ബി ജനറൽ കാറ്റഗറിയിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫേസ് 1, ഫേസ് 2 എക്സാമിനേഷൻ്റെ ഡേറ്റ്സ് നമുക്ക് നോക്കാം. നമുക്ക് മറ്റ് പരീക്ഷകളെ പോലെ പ്രിലിംസ് മെയിൻസ് നല്ലതെന്ന് പറയുന്നത് ഫേസ് 1, ഫേസ് 2. നമുക്ക് ഇതിന് 3 ലെവലാണ്. ഫേസ് 1 എക്സാമിനേഷൻ, ഫേസ് 2 എക്സാമിനേഷൻ, അതിനുശേഷം ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഗ്രേഡ് ബി ജനറൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലേക്കുള്ള എക്സാമിൻ്റെ ഡേറ്റ് നോക്കാം. ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് 2026 ജൂൺ 13 ആണ്. ഫേസ് 2-ൽ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 നടക്കുന്നത് 2026 ജൂലൈ 25 ആണ്. വളരെ അടുത്ത ഡേറ്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിരിക്കും ഇത്. നമുക്കിനി നോക്കാം. ഓഫീസേഴ്സ് ഗ്രേഡ് ഇൻ DEPR, ഗ്രേഡ് ബി ഇൻ DPR എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ചിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്നത് ജൂൺ 14, 2026 ആണ്. ഫേസ് 2 എക്സാമിനേഷൻ നടക്കുന്നത് ജൂലൈ 26, 2026 ആണ്. അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഗ്രേഡ് ബിൻ DSIM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിൽ നടക്കുന്നത് 2026 ജൂൺ 14 ഫേസ് 1 എക്സാമിനേഷൻ നടക്കുന്നത്. 2026 ജൂലൈ 26 ഫേസ് 2 എക്സാമിനേഷൻ നടക്കുന്നത്. ഇപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് നാഷണാലിറ്റി ഇതിൽ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 2026 ഏപ്രിൽ 1 ഡേറ്റ് പരിഗണിക്കുമ്പോൾ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് SC/STക്ക് അപ്പർ ഏജ് ലിമിറ്റ് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷമുണ്ട്. PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് എന്താണ്, ഇപ്പം നിങ്ങളൊരു കാൻഡിഡേറ്റ് MPhil ഉള്ള അല്ലെങ്കിൽ ഒരാൾക്ക് PhD ഉണ്ടെന്നുണ്ടെങ്കിൽ MPhil ഉണ്ടെങ്കിൽ 32 വയസ്സിൽ അപ്ലൈ ചെയ്യാം. PhD ആണെന്നുണ്ടെങ്കിൽ 34 വയസ്സിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് കാറ്റഗറി അനുസരിച്ച് അതിനകത്ത് റിലാക്സേഷൻ വരും. നമുക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. നമുക്കറിയാം 3 കേഡറിലായിട്ടാണ് ഇതിൻ്റെ മത്സരം അല്ലെങ്കിൽ ഈ ഒരു എക്സാം നടക്കുന്നത്. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ കേഡറിലേക്കുള്ള ഒരു എക്സാമിനേഷൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്താണ്, ജനറൽ കാറ്റഗറിക്ക് മിനിമം 60% പാസ് മാർക്ക് വേണം. നമുക്ക് ബാങ്ക് എക്സാംസിന് അങ്ങനെ പൊതുവേ പാസ് മാർക്ക് അങ്ങനെ പെർസെൻറ്റേജ് ചോദിക്കാറില്ല. പക്ഷേ ചില വളരെ ചുരുക്കം ബാങ്ക് എക്സാംസിന് പാസ് മാർക്ക് ചോദിക്കും. അതിലൊന്നാണ് നമുക്ക് RBI ഗ്രേഡ് ബി. 60% പാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ജനറൽ കാറ്റഗറിക്ക് എന്താണ് ഈ ജനറൽ കാറ്റഗറിയിലേക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എക്സാമിനേഷൻ പങ്കെടുക്കാൻ പറ്റും. പിന്നെ SC/ST PWD കാൻഡിഡേറ്റ്സിന് 50% ആണ് പാസ് മാർക്ക് പറയുന്നത്. നിങ്ങൾക്ക് PG ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 55%, SC/ST PWD കാൻഡിഡേറ്റ്സിന് പാസ് മാർക്ക് മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് സിലബസ് നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട്. ഇത് നോക്കിയാൽ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി DEPR, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ചിൽ വരുന്ന അവർക്ക് റിക്വയർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ എന്താ നോക്കി. MA or MSc ഇൻ എക്കണോമിക്സ് ഓർ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ട്രീംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ സ്ട്രീംസുകളിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റന്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ആയിരിക്കണം. അപ്പോൾ അതിൽ PG ഉള്ളവർക്കെല്ലാം എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് പറഞ്ഞേക്കുന്നത് MA or MSc ഇൻ ഫിനാൻസ്. അതുപോലെ തന്നെ ഈ ഫിനാൻസ് കോൺസ്റ്റന്റ് എന്താണ് മേജർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പല സ്ട്രീംസും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റിലും PG ഉണ്ട്. അത് 55% പാസ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST മറ്റു നമ്മുടെ PWD കാൻഡിഡേറ്റ്സിന് എന്താണ് പാസ് മാർക്ക് മാത്രം മതി. ജനറൽ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 50% പാസ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ്സിന് 50% പാസ് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ MPhil PhD ഉണ്ടെന്നുണ്ടെങ്കിൽ MPhil ഉള്ളവർക്ക് 2 വർഷം റിലാക്സേഷൻ ഉണ്ട് എക്സ്ട്രാ. PhD ഉണ്ടെങ്കിൽ 4 വർഷം എക്സ്ട്രാ റിലാക്സേഷൻ കിട്ടും. പിന്നീട് നമുക്ക് അടുത്ത സ്ട്രീം വരുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി DSIM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. അതിൽ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രിയെ കുറിച്ച് പറയുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് പറയുന്നുണ്ട്. അത് 55% പാസ് മാർക്കാണ് ചോദിക്കുന്നത്.
ഇവിടെ ബാച്ചലർ ഡിഗ്രിയും പറയുന്നുണ്ട്. ബാച്ചലർ ഡിഗ്രി എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ആയാലും അപ്ലൈഡ് സ്റ്റാറ്റിക്സിലായാലും ബാച്ചലർ ഡിഗ്രി ഉണ്ടെങ്കിൽ 60% പാസ് മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെയും എന്താണ് SC/ST PW കാൻഡിഡേറ്റ്സിന് 50% പാസ് മാർക്ക് മതി. സ്കീം ഓഫ് സെലക്ഷൻ പറയുന്നത് phase 1 എക്സാമിനേഷൻ, phase 2 എക്സാമിനേഷൻ, അതിനുശേഷം ഇൻ്റർവ്യൂ ആണ്. phase 1ഉം phase 2ഉം ഓൺലൈനും റിട്ടേൺ ആയിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയേ, അതിൽ പിന്നെ ഇനി വരാൻ നമുക്കിത് ആപ്ലിക്കേഷൻ ഫീസാണ്. SC/ST PW കാൻഡിഡേറ്റ്സിന് 100 രൂപ പ്ലസ് 15% GST ആണ് പറയുന്നത്. ജനറൽ OBC EW കാൻഡിഡേറ്റിന് 850 രൂപ പ്ലസ് 18% GST ആണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസായിട്ട്. പിന്നീട് നമുക്ക് നോക്കിയേ, പേ സ്കെയിൽ. ഇതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. ഒരു ബാങ്ക് എക്സാമിന് തുടക്കം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി 1,84,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ഹോൾഡറാണ് ഈ പറഞ്ഞ ക്രൈറ്റീരിയ പാസ്സായിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ കേഡറിൽ മത്സരിക്കുന്നവരെ സംബന്ധിച്ച് കേവലം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,54,000 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. മനസ്സിലായല്ലോ? അപ്പം അത്രത്തോളം. പിന്നീട് ഞാൻ പറയില്ല, വിത്തൗട്ട് HR ആണ്. HR ഇല്ലാതാണ് ഈ 1,54,000 അബോവ് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രി ഹോൾഡേഴ്സിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് എക്സാമിനേഷൻ സെൻറ്റർ നോക്കാം. നമുക്ക് phase 1 എക്സാമിനേഷൻ സെൻറ്ററിലാണെങ്കിൽ കേരളത്തിലെ സ്ഥലങ്ങൾ വരുന്നത് കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം. അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നീട് ഇപ്പോൾ ജനറൽ കേഡറിലേക്കുള്ള phase 2 എക്സാമിനേഷൻ്റെ കേരള സെൻറ്റേഴ്സ് എറണാകുളവും കോഴിക്കോടുമാണ്. നമുക്കിനി അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് നോക്കാം. ഇപ്പോൾ phase 1 ഓൺലൈൻ എക്സാമിനേഷൻ ജനറൽ കേഡറിലേക്കുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ബാങ്ക് എക്സാംസിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്ന മുഴുവൻ സബ്ജക്ട്സും വരുന്നുണ്ട്. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ്. ഇത് 200 മാർക്കാണ് ടോട്ടൽ പരീക്ഷ. സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. ജൂൺ 13, 2026 ഈ പരീക്ഷ നടക്കുന്നത്. നമുക്ക് 120 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വരുന്നത്. അപ്പോൾ അതിൻ്റെ phase 2 എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻസ് വരുന്നുണ്ട്. ഇതുവരെ മറ്റ് ബാങ്ക് എക്സാംസിൽ കണ്ടിട്ടില്ലാത്ത കുറേ സബ്ജക്ട്സും വരുന്നുണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന് 30 മിനിറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി 50% എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 90 മിനിറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ മാർക്സ് വരുന്നത് 100 മാർക്കാണ്. 120 മിനിറ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് മാത്രം വരുന്നത്. പിന്നീട് നോക്കിയേ, പേപ്പർ 2-ൽ വരുന്നത് ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കില്ലാണ്. ഡിസ്ക്രിപ്റ്റീവ് ടു ബി ടൈപ്പ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കീബോർഡിൽ ടൈപ്പ് ചെയ്യണം. 90 മിനിറ്റ് ആണ് ടൈം വരുന്നത്. 3 ചോദ്യങ്ങളുണ്ടാവും. 100 മാർക്കാണ്. പിന്നീട് പേപ്പർ 3-ൽ വരുന്നത് 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നത് എന്താണ്, ജനറൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. 50% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 30 മിനിറ്റ് ആണ്. 50 മാർക്കാണ്. പിന്നീടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതിന് 90 മിനിറ്റ് ആണ്. അതും 50 മാർക്കാണ്. ടോട്ടൽ 120 മിനിറ്റ് ആണ് ആ ടോപ്പിക്കിന് വേണ്ടിയുള്ള സമയം. 100 മാർക്കാണ്. ടോട്ടൽ 100 മാർക്കാണ് അതിന് വരുന്നത്. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ 300 മാർക്കിനാണ് നമുക്ക് phase 2 എക്സാമിനേഷൻ നടക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ബാങ്ക് എക്സാംസിനേക്കാളും കാര്യമായ ഡിഫറൻസ് ഈ phase 2-ൽ വരുമ്പോൾ എന്താണ്, RBI ഗ്രേഡ് ബിക്ക് ഉണ്ട്. ഇത് തന്നെയാണ് ഈ പരീക്ഷയെ വ്യത്യസ്തമാക്കുന്നത്. കാരണം എന്താണ്, അവർ ഡിമാൻഡ് ചെയ്യുന്നത് കോർ പീപ്പിളിനെയാണ്. കൃത്യമായി ഈ പാകത്തിനുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. കാരണം എന്താണ്, അവർ ഡീൽ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഡയറക്റ്റ് നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ വളരെ നല്ല വ്യക്തമായും കൃത്യമായും പഠിച്ചാൽ മാത്രമാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നോക്കി, phase 2 എക്സാമിനേഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് പിന്നീട് ലെവൽ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ ടോട്ടൽ മാർക്ക് 75 ഈ phase 2 എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് പരിഗണിച്ചായിരിക്കും ഫൈനൽ റിസൾട്ടിലേക്ക് അവരെ പരിഗണിക്കുന്നത്. അടുത്ത DPR, DSIM എന്നീ കാറ്റഗറിയിലേക്കുള്ള സ്കീം ഓഫ് സെലക്ഷൻ നമുക്ക് നോക്കാം. DPRനാണെങ്കിൽ നമുക്ക് phase 1 അല്ലെങ്കിൽ phase 1 എക്സാമിനേഷൻ വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ് ആണ് ചോദ്യം വരുന്നത്. മാക്സിമം മാർക്ക് 100 ആണ്. പേപ്പർ 2 ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതിൽ 120 മിനിറ്റ് ആണ് അതിനും ടൈം അലോക്കേറ്റ് ചെയ്യുന്നത്. 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. phase 2 വരുന്നത് പേപ്പർ 1 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺ എക്കണോമിക്സിനോട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പിന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 120 മിനിറ്റ് ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അതിനകത്തിൽ പേപ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺ എക്കണോമിക്സ്, അതും എക്കണോമിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് പേപ്പർ ഡിസ്പ്ലേഡ് ഓൺ കമ്പ്യൂട്ടർ, ആൻസർ വിൽ ബി ടു ബി റിട്ടൺ ഓൺ പേപ്പർ. ഇതിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ കീബോർഡ് ഉപയോഗിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ കാണും, പക്ഷേ ആൻസർ നിങ്ങൾ പേപ്പറിലാണ് എഴുതേണ്ടത്. 120 മിനിറ്റ് ആണ് അതിന് വരുന്നേക്കുന്നത്. ടോട്ടൽ അപ്പം 400 മാർക്കിനാണ് നമുക്ക് ഈ പരീക്ഷ നടക്കുന്നത്. phase 1, phase 2 പരീക്ഷയ്ക്ക് കൂടെ നമുക്ക് ടോട്ടൽ 400 മാർക്കാണ്. അതിനുശേഷം ഇൻ്റർവ്യൂ സെലക്ഷൻ സ്കീം ഈ പറഞ്ഞ പോലെ DSMൻ്റെ ഇത് തന്നെയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് സ്റ്റാറ്റിക്സിൽ വരുന്ന 120 മാർക്ക്, 120 മിനിറ്റ് 100 മാർക്ക്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് സ്റ്റാറ്റിക്സിൽ തന്നെ 180 മിനിറ്റ് 100 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് 90 മിനിറ്റ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ 100 മാർക്ക്. ടോട്ടൽ 300 മാർക്കിനാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. ഇതെല്ലാം ശേഷം എന്താണ്,
ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, DPRനും DSIMനും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണിക്കും. നമ്മൾ പരീക്ഷ എഴുതേണ്ടത് പേപ്പറിലാണ്, റിട്ടൺ എക്സാമിനേഷനാണ് അതിൽ വരുന്നത്. അത് വരുന്നത് ജൂലൈ 26-ാം തീയതിയാണ് ഫേസ് 2 എക്സാമിനേഷൻ വരുന്നതിൻ്റെ. അപ്പോൾ ഫേസ് 1 എക്സാമിനേഷൻ, ഫേസ് 2 എക്സാമിനേഷന് ശേഷമുള്ള ഇൻ്റർവ്യൂ ആണ് ഈ ഒരു പരീക്ഷയുടെ ഒരു പാറ്റേൺ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് 59 പേരുള്ളൊരു വലിയ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് RBI ഗ്രേഡ് ബി പരീക്ഷയാണ്. മറ്റുള്ള പരീക്ഷകളിൽ നിന്നും കാര്യമായ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പരീക്ഷയാണ്. തുടക്കത്തിൽ തന്നെ 1,50,000 രൂപ മുതലുള്ള സാലറി ഒരു ഡിഗ്രി ഹോൾഡറിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സിലബസ് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഗൈഡൻസിനും വേണ്ടി നിങ്ങൾക്ക് IBSE സമീപിക്കാം. നല്ലൊരു ബാങ്കിങ് കരിയറിനായി IBSE തുടങ്ങാനിരിക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളുടെ ഭാഗമാകും. സോ അപ്ലൈ ഫാസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ.